വാഹനാപകടത്തിൽ പരിക്ക് പറ്റുകയോ മരണപ്പെടുകയോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് 2022 ഒരു അവാർഡാണ്. ഈ കേസിൽ പരാതിക്കാരന് 25 വയസ്സാണ് ഉണ്ടായിരുന്നത്. പരാതിക്കാരന് 25,000 രൂപ മാസ വരുമാനം ഉണ്ടായിരുന്നതായിട്ടാണ് ക്ലെയിം ചെയ്തിരുന്നത്. എന്നാൽ അതിന് തെളിവ് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കോടതി 14,000 രൂപ നോഷണൽ ഇൻകം കണക്കാക്കി. പരാതിക്കാരന് ഈ കേസിൽ സംഭവിച്ച പരിക്കുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫ്രാക്ചർ ഓഫ് 2 ബോൺസ് ഇൻ ദ നോസ്, അതായത് മൂക്കിന്റെ എല്ലിനുണ്ടായ ഫ്രാക്ചർ. ഫ്രാക്ചർ ഓഫ് 3 ബോൺസ് അറൌണ്ട് റൈറ്റ് ഐ, വലത് കണ്ണിന് ചുറ്റുമുള്ള 3 അസ്ഥികൾക്ക് ഉണ്ടായ പൊട്ടൽ. ഫ്രാക്ചർ ഓഫ് 3 ബോൺസ് അറൌണ്ട് ലെഫ്റ്റ് ഐ, ഇടത് കണ്ണിന് ചുറ്റുമുള്ള 3 അസ്ഥികൾക്ക് ഉണ്ടായ പൊട്ടൽ. ഡിസ്ലൊക്കേഷൻ ഓഫ് ദ റൈറ്റ് റിസ്റ്റ് ജോയിന്റ്, വലത് കൈത്തണ്ടയിലെ അസ്ഥിക്കുണ്ടായ സ്ഥാനചലനം. ഫ്രാക്ചർ ഓഫ് 1 ബോൺ അറൌണ്ട് ലെഫ്റ്റ് റിസ്റ്റ്, ഇടത് കൈത്തണ്ടയിലെ ഒരു അസ്ഥിക്കുണ്ടായ ഒടിവ്. മൾട്ടിപ്പിൾ അബ്രേഷൻസ് ആൻഡ് കൺട്യൂഷൻസ് ഓവർ ദ ഫേസ്, മുഖത്ത് പലയിടത്തുമായി ഉണ്ടായ ഉരവും ചതവുകളും. ഇന്റേണൽ ബ്ലീഡിംഗ് ഇൻ ദ ബ്രെയിൻ, തലച്ചോറിനുള്ളിലെ രക്തസ്രാവം. ലെഫ്റ്റ് ഐ ഇൻഫീരിയർ റെക്ടസ് പാൾസി, അതായത് കണ്ണിന്റെ ചലനത്തെ സഹായിക്കുന്ന പേശികൾക്കുണ്ടായ തളർച്ച. ഈ കേസിൽ പരാതിക്കാരൻ 4% ഡിസബിലിറ്റി രേഖപ്പെടുത്തിയ മെഡിക്കൽ ബോർഡിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഇവയുടെ വെളിച്ചത്തിൽ കോടതി അവാർഡ് പാസാക്കി. ഈ കേസിൽ കോടതി പാസാക്കിയ അവാർഡ് എത്രയാണ് എന്ന് നോക്കാം. ലോസ് ഓഫ് ഏണിങ്സ് 2 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു കോടതി 84,000 രൂപ അനുവദിച്ചു. അതായത് മാസം 14,000 രൂപ വെച്ച് 6 മാസം. അടുത്തത് ട്രാൻസ്പോർട്ട് എക്സ്പെൻസസ് ആണ്. 20,000 രൂപ ക്ലെയിം ചെയ്തു കോടതി 15,000 രൂപ അനുവദിച്ചു. അടുത്തത് ഡാമേജ് ടു ക്ലോത്തിങ് ആൻഡ് ആർട്ടിക്കിൾസ് ആണ്. 2,000 രൂപ ക്ലെയിം ചെയ്തു കോടതി 1,000 രൂപ അനുവദിച്ചു. അടുത്തത് എക്സ്ട്രാ നറിഷ്മെന്റ് എക്സ്പെൻസ് ആണ്. 15,000 രൂപ ക്ലെയിം ചെയ്തു കോടതി 5,000 രൂപ അനുവദിച്ചു. മെഡിക്കൽ എക്സ്പെൻസസ് 3 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, പക്ഷേ മെഡിക്കൽ ബില്ലുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മെഡിക്കൽ എക്സ്പെൻസിൽ കോടതി ഒന്നും അനുവദിച്ചിട്ടില്ല. അടുത്തത് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് ആണ്. 30,000 രൂപ ക്ലെയിം ചെയ്തു കോടതി ഒന്നും അനുവദിച്ചിട്ടില്ല. അടുത്തത് ബൈസ്റ്റാൻഡർ എക്സ്പെൻസസ് 5,000 രൂപ ക്ലെയിം ചെയ്തു കോടതി 5,000 രൂപയും അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ പെയിൻ ആൻഡ് സഫറിങ്സ് ആണ്. 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു കോടതി 85,000 രൂപ അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഡിസബിലിറ്റി ആൻഡ് ലോസ് ഓഫ് ഏണിംഗ് പവർ ആണ്. 13 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 1,20,960 രൂപയാണ് അനുവദിച്ചത്. അടുത്തത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് അമനിറ്റീസ്. ഈ ഹെഡിൽ ഒന്നും ക്ലെയിം ചെയ്തില്ല, പക്ഷെ കോടതി 80,000 രൂപ അനുവദിച്ചു. അങ്ങനെ ആകെ 19,72,000 രൂപയാണ് ഈ കേസിൽ ക്ലെയിം ചെയ്തത്. കോടതി അനുവദിച്ചത് 3,95,960 രൂപയും 7% ഇൻട്രസ്റ്റും കോസ്റ്റുമാണ്. താങ്ക് യു.